യെസ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പിന്നിൽ കാണുന്ന ആ ക്യാമറ ദൃശ്യം റോബോട്ടിക് ക്യാമറയുടെ സ്ക്രീനാണിത്. പ്ലാറ്റ്ഫോമിൽ സജ്ജീകരിച്ചിരിക്കുന്ന റോബോട്ടിക് ക്യാമറയുടെ സ്ക്രീനാണിത്. ആ ക്യാമറ ദൃശ്യത്തിൽ വ്യക്തമാണ് ചില അവ്യക്തത തോന്നുന്ന ചില ഭാഗങ്ങളുണ്ട്. അത് ശരീരഭാഗമാണ് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അവിടെ സ്കൂബ ടീമിന്റെ പരിശോധനയാണ് നിർണായകമാവുന്നത്. നേരത്തെ ഈ കനാലിൻ്റെ ഈ ടണലിൻ്റെ ഒരു ഭാഗത്തെ പരിശോധന പൂർണ്ണമായിരുന്നു, മറൊരു ഭാഗത്താണ് പരിശോധന നടക്കുന്നത്. ഇതിൽ നമ്മൾ റോബോട്ടിക് ക്യാമറ ദൃശ്യങ്ങളും റോബോട്ടിക് ക്യാമറ സപ്പോർട്ടും നേടിയിരുന്നു. കാരണം ഈ മാലിന്യത്തിനിടയിലൂടെ ക്യാമറ കൊണ്ടുപോയി അവിടെ മനുഷ്യന് കടന്നു ചെല്ലാൻ സാധ്യമല്ലാത്ത ഇടങ്ങളിലേക്ക് ആ ക്യാമറ സംവിധാനം ഉപയോഗപ്പെടുത്തുകയായിരുന്നു. അവിടെയാണിപ്പോൾ സംശയകരമായ ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. ഡാൻ കുര്യനുണ്ട്. ഡാൻ എന്തെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണം അവിടുന്ന് ലഭ്യമാവുന്നുണ്ടോ? ഏറെക്കുറെ അത് ഉറപ്പിക്കുകയാണ് എന്ന് വേണം നമുക്ക് ലഭ്യമാകുന്ന സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം അവർ ഔദ്യോഗികമായി ഒന്നും സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. ഇത്രയും നേരം നമ്മളോട് കൃത്യമായി വിവരങ്ങളൊക്കെ പങ്കുവച്ചിരുന്ന ഉദ്യോഗസ്ഥർ അല്പസമയത്തേക്ക് ഒന്നും പറയാനാകില്ല എന്ന് തന്നെ പറഞ്ഞ് ആ മൊബൈൽ ഫോണുകളിൽ അവർക്ക് സംശയം തോന്നിയ ദൃശ്യങ്ങൾ പരസ്പരം ഒരുമിച്ച് നിന്ന് പരിശോധിക്കുകയാണ്. ഏറെക്കുറെ അവർ ഉറപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. ആകെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഒരു ആധുനിക സജ്ജീകരണങ്ങളുടെ ഒരു വാഹനം കൂടി, അതായത് ഒരു വയർലെസ് സംവിധാനമുള്ള ഒരു വാഹനം കൂടി ഇവിടെ എത്തിക്കാനുണ്ട്. ആ വാഹനം എത്തിക്കുന്നതിന് വേണ്ടി പുറത്ത് കിടക്കുന്ന വാഹനങ്ങൾ അവിടെ നിന്ന് ഒഴിപ്പിക്കുകയാണ്. അവിടെ നിന്ന് ആ വാഹനങ്ങളെല്ലാം ഒഴിപ്പിച്ചതിന് ശേഷം ഈ പ്രധാന കവാടത്തിലേക്ക് ആ വാഹനം, ഈ ആധുനിക സജ്ജീകരണങ്ങളുള്ള ഈ വയർലെസ് വാഹനം എത്തിച്ചതിന് ശേഷം അതിലെ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അകത്തേക്ക് ഈ സംശയം തോന്നിയ ഈ ശരീരഭാഗങ്ങൾ കണ്ട സ്ഥലത്തേക്ക് ഈ സ്കൂബ ടീം അംഗങ്ങളെ എല്ലാ ആധുനിക സജ്ജീകരണങ്ങളോട് കൂടി കയറ്റിവിടുന്നതിന് വേണ്ടിയിട്ടുള്ള അവസാനവട്ട ശ്രമത്തിലേക്ക് കടക്കുകയാണ്. രക്ഷാദൌത്യം നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു. 25 മണിക്കൂറുകൾക്ക് ഇപ്പുറം ഒരു ശുഭസൂചന എത്തുന്നു. അദ്ദേഹം എവിടെയാണ് തങ്ങിക്കിടന്നത് എന്നതിനെ സംബന്ധിച്ച് ഏകദേശം ഒരു ധാരണയിലേക്ക് ഇപ്പോൾ രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്ന ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും അഗ്നിശമന സേനയുടെയും ഉദ്യോഗസ്ഥർ എത്തുന്നുവെന്ന സൂചനകളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ഒടുവിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. സജിത്ത്, യെസ്, അവിടേക്ക് വരികയാണ് അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ, ഒപ്പം നാഷണൽ ദേശീയ ദുരന്ത നിവാരണ സേന അംഗങ്ങളുടെയും പങ്കാളിത്തം അവിടെയുണ്ട്. കണ്ടെത്തിയെന്ന സൂചനയിലേക്ക് തന്നെയാണ് വരുന്നത്. പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. നമുക്ക് മുന്നിൽ ആശങ്കയുണ്ടായിരുന്ന പല ഘടകങ്ങൾ ഇങ്ങനെയായിരുന്നു. ഒന്ന്, കനാലിനുള്ളിലെ പരിശോധന പൂർത്തിയായതിനു ശേഷവും കൃത്യമായൊരു സൂചന കിട്ടിയില്ലെങ്കിൽ കൂടുതൽ വിശാലമായ ഇടത്തേക്ക് പരിശോധന നടത്തേണ്ടി വരും. 26 മണിക്കൂർ പിന്നിടുന്ന ഈ പരിശോധനയിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടായെങ്കിൽ അത് അങ്ങേയറ്റം ദുഷ്കരമാകും എന്നതാണ്. കാരണം മറ്റു സാധ്യതകൾ അങ്ങനെയെങ്കിൽ നിരവധിയാണ്. കാരണം ഈ കൂടുതൽ പൊഴിമുഖത്തേക്കും മറ്റും അങ്ങനെയെങ്കിൽ ഒഴുകിപ്പോകാനുള്ള സാധ്യതയും മറ്റും അത്തരം ആലോചനകളിലേക്കും ഒരുപക്ഷെ പോയിരുന്നു. രാവിലെ കളക്ടർ അടക്കം അത്തരം സാധ്യതകൾ പറഞ്ഞിരുന്നതുമാണ്. പക്ഷേ ഇപ്പോൾ തന്നെ ഈ കനാലിനുള്ളിൽ തന്നെ ഇത്തരം സംശയകരമായ ഒരു വസ്തു കണ്ടെത്തുന്നു. അങ്ങനെയെങ്കിൽ അത് ശരീരഭാഗമാണോ എന്ന തോന്നൽ ഉളവാക്കുന്നു എന്നതാണ്. തെരച്ചിൽ സംഘം അതിൻ്റെ തൊട്ടരികെ എത്തി എന്നതാണ് നമുക്ക് ലഭ്യമാവുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് കാത്തിരിക്കുന്ന മിനിറ്റുകളിൽ നമുക്ക് വ്യക്തത ഉണ്ടാവുന്നത് ഈ സ്കൂബ ടീം അംഗങ്ങളുടെ മടങ്ങിവരവാണ്. ആ മടങ്ങിവരവിൽ വ്യക്തത ഉണ്ടാവുമെന്ന് കരുതാം. സ്ക്രീനിന്റെ ഇടതുവശത്തായി കാണുന്ന ആ സ്ക്രീനിൽ സ്കൂബ ടീം അംഗങ്ങളുടെ പരിശോധന നമുക്ക് കാണാം. മറ്റൊരു ഭാഗത്ത് കാണുന്നത് ഈ റോബോട്ടിക് ക്യാമറ സ്ക്രീൻ ആണ്. ആ സ്ക്രീനിൽ പതിഞ്ഞ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. എന്തായാലും അവിടെ ആ സ്കൂബ ടീം അംഗങ്ങളുടെ കാത്തിരിപ്പാണ്. അവിടേക്ക് വരുന്ന റെസ്പോൺസ് ആണ് ഇനി നിർണായകമാവുന്നത്. നമുക്ക് ആ കാത്തിരിപ്പിലേക്ക് തന്നെ പോകാം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കം അവിടെ നിന്നും ഉണ്ടാകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അവിടെ നിർണായകമാവുന്നത് ഇനി ഈ തിരച്ചിൽ സേനാംഗങ്ങളുടെ മടങ്ങിവരവിൽ അവർ നൽകുന്ന സന്ദേശമാണ്. മുമ്പ് പലവട്ടവും ഇത്തരം സാധ്യതകൾ സംശയമുണ്ടായിരുന്നു. ആദ്യം ഒരു വട്ടം ക്യാമറ മുന്നിലേക്ക് കടത്തുമ്പോൾ മുന്നിലുള്ള ദൃശ്യങ്ങൾ കാണാൻ കഴിയാത്ത രീതിയിൽ മാലിന്യ കൂമ്പാരമുണ്ടായിരുന്നു. വീണ്ടും ക്യാമറ ഇറക്കി വീണ്ടും അവിടെ പരിശോധനകൾ നടത്തി. ഏറ്റവും ഒടുവിലാണ് ഇത്തരം സംശയം തോന്നുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതാണ് റോബോട്ടിക് ക്യാമറയുടെ സ്ക്രീൻ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്ന ആ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാവുന്നത്. എന്തായാലും അവിടെ സർവ്വസജ്ജമായി ദൗത്യസംഘം നിലയുറപ്പിച്ചിരിക്കുകയാണ്.